പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയിൽ ഞാൻ അംഗത്വം എടുക്കുന്നത് ജനുവരി മാസം 31-ാം തീയതിയാണ്. അന്ന് ഈ പാർട്ടിയുടെ അധ്യക്ഷനും ഇന്ന് ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനുമായ നഡ്ഡാജിയോട് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം തരുമോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കേസ്? ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു. ഈ പാർട്ടി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നൊരു പ്രസ്ഥാനമല്ല. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും നിങ്ങൾക്ക് ഈ കേസുമായി മുമ്പോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. ഈ നിമിഷം വരെയും ഇതിന് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ഇന്ന് സംസ്ഥാന പ്രസിഡന്റാക്കി രാജീവ് ചന്ദ്രശേഖർ, ഈ രണ്ട് ആളുകളും എനിക്ക് ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇന്നും തന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ, ഞാനത് എല്ലാം പറയുന്നില്ല, വരുന്ന ദിവസങ്ങളിൽ ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ നടന്നിട്ടുള്ള അഴിമതിയുടെ എന്തിനു വേണ്ടി ഈ ഫ്രോഡ് നടന്നു എന്നുള്ളൊരു ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഫ്രോഡ് നടന്നു എന്നുള്ളൊരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കാശ് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ കാശ് മേടിച്ചു? അത് മുഖ്യമന്ത്രിക്കുള്ള കാശായിരുന്നോ? അത് നമുക്കെല്ലാവർക്കും കാശായിരുന്നു. പക്ഷെ അത് തെളിയിക്കപ്പെടേണ്ടതല്ലേ. അപ്പോൾ ആ അത്തരത്തിൽ തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും CBIയുടെയും അന്വേഷണം തുടർന്ന് ആവശ്യമാണ്. അതിന് മേലുള്ള ഒരു CBI എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് ഹൈക്കോടതി നിൽക്കുന്നുണ്ട്. അത് ജൂലൈ 2-ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പായി തന്നെ തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടാവും. ഞാനത് പുറകെ പറഞ്ഞോളാം, എല്ലാം ഇപ്പോൾ പറയണ്ട, വിശദമായി നിങ്ങളുടെ അടുത്ത് പറഞ്ഞോളാം. EDയും CBIയും കൊണ്ടുവരേണ്ടതാണ്. ഈ കേസിൽ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് EDയുടെയും CBIയുടെയും ഇന്റർഫിയറൻസ് ആണ്. അത് ആവശ്യമാണ് ഈ കേസിൽ. കാരണം ഇതിനി അടുത്ത ഘട്ടത്തിൽ അവരാണ് അന്വേഷിക്കേണ്ടത്. SFI അവരുടെ ജോലി വളരെ വൃത്തിയായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് എനിക്ക് കോപ്പി ലഭിച്ചു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇവരെ കൃത്യമായി പ്രതി ചേർത്തിട്ടുണ്ട്. അവർ ചെയ്ത കുറ്റങ്ങൾ കൃത്യമായി, ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആരോപണങ്ങളിലും അത് കൃത്യമായി അവർ പ്രതി ചേർത്തിട്ടുണ്ട്. എല്ലാ 14 ജില്ലയിലും ഈ റിപ്പോർട്ട് സമർപ്പിച്ചെന്ന് പാർട്ടി സമരം ചെയ്തിട്ടുണ്ട്. UDF സമരം ചെയ്തു. നാണോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിലല്ലേ ഇറങ്ങിപ്പോകുള്ളൂ. സ്വന്തം മകള് പ്രതിയായപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് എന്താണ്? 2 കമ്പനികൾ തമ്മിലുള്ള വ്യക്തിപരമായ ഇടപാടാണ്. അതിലൊരു കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെന്നും ആ കമ്പനിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഷെയർ ഉണ്ടെന്നും അത് സർക്കാർ സ്ഥാപനമാണെന്നും മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥാനാർത്ഥി പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. സ്ഥാനാർത്ഥിയോട് ചോദിച്ച ചോദ്യം, മലയോര ക്രൈസ്തവരുടെ മുഴുവൻ വോട്ടുകളും താങ്കൾ കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും കിട്ടില്ല. കാരണം ഇവിടെ സ്വരാജ് തോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ജനം. അതുകൊണ്ട് ആ വോട്ടുകൾ കൂടുതൽ UDFന് പോകാനാണ് സാധ്യത എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹം BJP വോട്ടുകൾ UDFന് പോയെന്ന് പറഞ്ഞെന്ന് സ്ഥാപിച്ചെടുത്തു. അത് ഒരു ചാനൽ ചെയ്തതാണ്. അവർ തന്നെ അത് വൈകുന്നേരം വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെയല്ല പറഞ്ഞത്, അദ്ദേഹം എന്നാ പറഞ്ഞത് ആ ചാനൽ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് BJPക്ക് കഴിഞ്ഞ കാല ചരിത്രമെടുത്താൽ പുതുപ്പള്ളിയിലാണെങ്കിലും തൃക്കാക്കരയാണെങ്കിലും പാലക്കാടാണെങ്കിലും എല്ലാ ബൈ ഇലക്ഷനും സ്വാഭാവികമായും നമുക്ക് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയൊക്കെ 50% നമ്മുടെ വോട്ടുകൾ പോയി. പക്ഷേ ഇവിടെ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആ വോട്ടുകളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായിരുന്നു എന്ന് പാർട്ടിയുടെ നിലപാടിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും നമ്മുടെ രാഷ്ട്രീയം വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ മത്സരിച്ചത്. അവിടെ മറ്റൊരു ഗുണം നമുക്ക് കിട്ടിയത് BJP അവിടെ ഉയർത്തിയ രാഷ്ട്രീയം വികസനം മാത്രമാണ്. 2, BJPക്ക് നിലമ്പൂർ ഇലക്ഷനും കൊണ്ട് BJPക്ക് ഒരു വലിയ രാഷ്ട്രീയം പറഞ്ഞു വെക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസും CPMഉം രാജ്യവിരുദ്ധ വർഗീയ ശക്തികളെ പാലൂട്ടി വളർത്തുന്നു എന്ന് നിലമ്പൂരിൽ നിന്നുകൊണ്ട് കേരള ജനതയ്ക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കൊണ്ട് BJPക്ക് കഴിഞ്ഞു. അതാണ് BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ വിജയമായി ഞങ്ങൾ കാണുന്നത്. വോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓരോട്ട് കൂടിയെങ്കിൽ പോലും BJPക്ക് അത് വലിയ വിജയമായി തന്നെയാണ് ഞങ്ങൾ കണക്കിട്ടുന്നത്. അത് പാർട്ടിയുടെ വിലയിരുത്തൽ അതാണ്. പാർട്ടിയുടെ സംസ്ഥാന മുഴുവൻ നേതാക്കളുടെയും വിലയിരുത്തൽ അങ്ങനെയാണ്. ഇതിനേക്കാൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ജയിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ മലയോര കർഷകരുടെ അടുത്ത് രാഷ്ട്രീയം പറഞ്ഞു. ഞങ്ങൾ ആ നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. ഈ 2 മുന്നണികൾ പാലൂട്ടി വളർത്തുന്നത് എന്തിന്? രാജ്യവിരുദ്ധ ശക്തികളെ ഇലക്ഷന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും പാലൂട്ടി വളർത്തുന്ന കോൺഗ്രസിന്റെ സമീപനത്തെയും ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെയും തീവ്രവാദികളുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി CPM നടത്തിയ തീവ്രവാദ
പ്രീണനത്തെയും കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. അതിൻ്റെ എഫക്റ്റ് എന്നാണ് എന്നുള്ളത് 2026 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ഞങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് കൊടുക്കാനും അത് പറഞ്ഞു കൊടുക്കാനും തുടർന്ന് അങ്ങോട്ടും ഇവരുടെ ഈ പ്രീണനത്തെ തുറന്നു കാണിക്കാൻ ഞങ്ങൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്.